നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഭാരതത്തിന്റെ നയതന്ത്ര കരുനീക്കങ്ങളിൽ വിരണ്ട് പാകിസ്ഥാൻ. മൗനം ഭഞ്ജിച്ച് പാക് പ്രധാനമന്ത്രി. ഭീകരാക്രമണത്തിൽ അന്വേഷണത്തിന് തയ്യാർ. സിന്ധു നദീജലം പാകിസ്ഥാന്റെ നിലനിൽപ്പിന് അനിവാര്യം. ഷഹബാസ് ഷെരീഫിന്റെ പ്രതികരണം. ലോകരാജ്യങ്ങൾ ഭാരതത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതിനു പിന്നാലെ. പ്രകോപനവുമായി ബിലാവൽ ഭൂട്ടോ സർദാരി. സിന്ധു നദിയിലൂടെ ജലമൊഴുകിയില്ലെങ്കിൽ ചോരപ്പുഴ ഒഴുകും. സിന്ധു നദീതട സംസ്കാരത്തിന്റെ യഥാർത്ഥ ഉടമ പാകിസ്ഥാനാണെന്നും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി അധ്യക്ഷൻ. പാകിസ്ഥാനെതിരെ നടപടികൾ കർശനമാക്കി ഭാരതം. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിൽ നയതന്ത്ര കുറിപ്പ്. ഭീകരാക്രമണത്തെ അപലപിച്ച UN സുരക്ഷാ കൗൺസിൽ. ജമ്മുകശ്മീരിൽ 5 ഭീകരരുടെ വീടുകൾ തകർത്ത് സുരക്ഷാ സേന. കശ്മീരിൽ ജീവൻ നഷ്ടമായ രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിന്ന് മുഖ്യമന്ത്രി. കേരളം കരഞ്ഞ ദിവസം. പിണറായി പാർട്ടി സെക്രട്ടേറിയറ്റിൽ. മിക്ക സംസ്ഥാനങ്ങളിലും കശ്മീർ ബലിദാനികളുടെ സംസ്കാരത്തിന് നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രിമാർ. ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം ബോംബേറ്. സ്ഫോടനം അയ്യന്തോളിലെ വീടിന് മുന്നിൽ. അന്വേഷിക്കാൻ പോലീസ് എത്തിയത് വാർത്തയായതിനു ശേഷം മാത്രം. പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് SP. രാജ്യവിരുദ്ധ പരാമർശവുമായി ആര്യാടൻ ഷൗക്കത്തിന്റെ മകൾ. കശ്മീർ ഇന്ത്യൻ അധിനിവേശ കശ്മീർ എന്ന് ഒവിൻ സാഗയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെയുള്ള പോസ്റ്റിനെതിരെ പ്രതിഷേധം ശക്തം. ചരിത്രകാരൻ MGS നാരായണൻ അന്തരിച്ചു. അന്ത്യം കോഴിക്കോട് മലാപ്പറമ്പിലെ വസതിയിൽ. വിടവാങ്ങിയത് കേരളത്തിന്റെ ചരിത്ര ഗവേഷണത്തിന് അതുല്യ സംഭാവനകൾ നൽകിയ വ്യക്തി. ആദരാഞ്ജലി അർപ്പിച്ച് പ്രമുഖർ. ലോകബാങ്ക് സഹായം വകമാറ്റി സംസ്ഥാന സർക്കാർ. വകമാറ്റിയത് കാർഷിക മേഖലയുടെ നവീകരണത്തിനായി അനുവദിച്ച 140 കോടി രൂപ. പരിശോധനയ്ക്കായി ലോകബാങ്ക് സംഘം എത്തുന്നു. പോപ്പ് ഫ്രാൻസിസിന് വിട നൽകാൻ ലോകം. സംസ്കാരം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 സെന്റ് മേരി മേജർ ബസിലിക്കയിൽ. ഭീകരതയ്ക്ക് മാപ്പില്ല. ജമ്മുകശ്മീരിൽ 5 ഭീകരരുടെ വീടുകൾ തകർത്ത സുരക്ഷാ സേന. പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ആദിൽ ഹുസൈൻ ടോക്കറിന്റെയും ആസിഫിന്റെയും വീടുകൾ ഇന്നലെ തകർത്തിരുന്നു. ഇന്ന് സെയ്ദ് അഹമ്മദ്, ഷാഹിദ് അഹമ്മദ് കുട്ടിയെ, ഹാരിസ് അഹമ്മദ് എന്നിവരുടെ വീടുകളാണ് തകർത്തത്. ഷോപ്പിയാനിലെ ചോട്ടിപ്പുരയിലെ ഷാഹിദ് അഹമ്മദ് കുട്ടിയുടെ വീടിന് മുന്നിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി S. നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ഏറ്റവും പുതിയ വിശദാംശങ്ങൾ.
രോഹിണി, ഷോപ്പിയാൻ ജില്ലയിലെ ചോട്ടിപ്പുരയിലുള്ള ഷാഹിദ് അഹമ്മദിൻ്റെ വീട് തകർത്തിരിക്കുകയാണ്. ഇയാൾ ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകരനാണ്. ഇയാൾ 2022 അയാൾ ഇവിടെ നിന്നും ഭാരതത്തിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ചേക്കേറി. അതിനുശേഷം അവിടെ ജെയ്ഷെ ഇ മുഹമ്മദിൻ്റെ പ്രത്യേക പരിശീലനം കഴിഞ്ഞതിന് ശേഷം തിരികെ മടങ്ങിയെത്തി വിഘടനവാദങ്ങൾക്കും തീവ്രവാദങ്ങൾക്കും നേതൃത്വം നൽകിയിരുന്നു എന്നതാണ് അന്വേഷണ സംഘം വിലയിരുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഭാരതത്തിൽ നടന്ന, പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ നടന്ന പല അറ്റാക്കുകൾക്കും അതേപോലെ തന്നെ പല ശ്രമങ്ങൾക്കും, ഇത്തരം തീവ്രവാദ ശ്രമങ്ങൾക്കും നേതൃത്വം നൽകിയത് ഇയാൾ ഈ ഷാഹിദ് അഹമ്മദ് കുട്ടിയാണ് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഇതിനോടകം തന്നെ 5 ഭീകരരുടെ വീടുകൾ തകർത്ത് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം 2 പേരുടെയും ഇന്ന് പുലർച്ചെ 3 പേരുടെയും വീടുകളാണ് തകർത്തത്. ഇങ്ങനെ വീടുകൾ തകർക്കുന്ന ഈ ഒരു പ്രക്രിയ ഇനിയും അവസാനിക്കുന്നില്ല, ഇത് തുടരുമെന്നുള്ളതാണ് ഈ അന്വേഷണ സംഘങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ഈ തീവ്രവാദ ബന്ധമായി ഉള്ള, അതായത് ഈ പെഹൽഗാം ബൈസരൻ വാലി അറ്റാക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും വീടുകൾ തകർക്കപ്പെടുമെന്നുള്ളതാണ്. വരും രാത്രികളിൽ ഒരുപക്ഷെ കൂടുതൽ വീടുകൾ തകർക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം തന്നെ ഈ ബൈസരൻ വാലിയിൽ ഭീകരവാദ ആക്രമണം നടത്തിയ തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള തിരച്ചിലുകൾ ഇപ്പോഴും തുടരുകയാണ്. ഈ മേഖലകളിലൊക്കെ ആകെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം CRPFൻ്റെയും അതേപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസിൻ്റെയും സൈന്യത്തിൻ്റെയും നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ഈ മേഖലകളിലാകെ തന്നെ സെർച്ചിങ് ഓപ്പറേഷൻ, കോമ്പിംഗ് ഓപ്പറേഷൻ നടക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഫോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള നായ്ക്കളുണ്ട്, ഒപ്പം ഡ്രോണുകളുണ്ട്, ഒപ്പം ഇന്ത്യൻ കരസേനയുടെ, ഭാരതത്തിൻ്റെ കരസേനയുടെ ഹെലികോപ്റ്ററുകൾ കൂടി ഉപയോഗിച്ചുള്ള സെർച്ചിങ് നടപടികളാണ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളില്ലെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഭീകരവാദികളുടെ അല്ലെങ്കിൽ അവരെ പിടികൂടാൻ സാധിക്കുമെന്നുള്ള ഒരു അത്തരമൊരു അനുമാനമാണ് ഈ അന്വേഷണ സംഘത്തിനുള്ളത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ നിലവിൽ ഈ ജമ്മു കാശ്മീരിൻ്റെ ഒരു അവസ്ഥയെന്ന് പറയുമ്പോൾ പൂർണ്ണമായും ടൂറിസം ഒരു തകർന്ന രീതിയിൽ തന്നെ നിൽക്കുകയാണ്. ഇവിടുത്തെ പ്രദേശവാസികളുടെ വരുമാനം ആകെ നിലച്ച ഒരവസ്ഥയാണ്. സാധാരണഗതിയിലേക്ക് ജമ്മു കാശ്മീർ മടങ്ങുവാൻ വേണ്ടി ഇനിയും സമയമെടുക്കുമെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഇന്നലെ രാത്രിയിൽ അതിർത്തിയിൽ വലിയ വെടിവെപ്പുണ്ടായി. അതായത് ഭാരതത്തിൻ്റെ, ഇന്ത്യയുടെ സൈനിക പോസ്റ്റുകളിലേക്ക്, BSFൻ്റെ പോസ്റ്റുകളിലേക്ക് പാകിസ്ഥാൻ റേഞ്ചേഴ്സ്, പാകിസ്ഥാൻ്റെ അതിർത്തി കാക്കുന്ന സൈനിക വിഭാഗമാണ് പാകിസ്ഥാൻ റേഞ്ചേഴ്സ്, അവർ തുരുതുര വെടിവെക്കുകയായിരുന്നു. തക്കതായ മറുപടി ഭാരതവും തിരിച്ചു നൽകിയിട്ടുണ്ട്. BSF കനത്ത മറുപടി ഇതേ തുല്യ നാണയത്തിൽ തന്നെ, അതേ നാണയത്തിൽ തന്നെ BSFും ഇന്നലെ തിരിച്ചടിച്ചിട്ടുണ്ട്. ആർക്കും പരിക്കുകളൊന്നും തന്നെ ഇതുവരെയായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം അതിർത്തിയിൽ ഇപ്പോൾ ഒരു സംഘർഷഭരിതമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഭാരതം ഏതിനായാലും സുസജ്ജമായി തന്നെ നിൽക്കുകയാണ്. ഭാരതത്തിൻ്റെ എയർഫോഴ്സ് ആണെങ്കിലും നേവി ആണെങ്കിലും എല്ലാം തന്നെ സുസജ്ജമാണ്. മാത്രമല്ല, ഇതിനോടകം തന്നെ പല മേഖലകളിലേക്ക് ഈ സെർച്ചിങ് ഓപ്പറേഷൻ വ്യാപിപ്പിച്ചതിന് ശേഷം ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ പെഹൽഗാമിൽ ഈ ബൈസരൻ വാലിയിൽ നടന്ന അറ്റാക്കുമായി ബന്ധപ്പെട്ട് നിരവധി ആൾക്കാരെ അല്ലെങ്കിൽ പ്രദേശവാസികളെ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടായി. അതിൽ നിന്നും വ്യക്തമായ, അല്ലെങ്കിൽ ഇതിൽ പങ്കുണ്ട്, ഈ തീവ്രവാദികൾക്ക് സഹായം നൽകി എന്ന് വ്യക്തമായ 2 പേരെ ഇവരുടെയായിട്ടും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോഴും ഈ പ്രദേശവാസികളെ ഈ ബൈസരൻ വാലിക്ക് അടുത്തുള്ള ആൾക്കാരെ ചോദ്യം ചെയ്തു വരികയാണ്. കാരണം ഈ പ്രദേശവാസികളുടെ ഒരു സഹായമില്ലാതെ ഈ ബൈസരൻ വാലിയിലേക്ക് തീവ്രവാദികൾക്ക് കടന്നെത്താൻ സാധിക്കില്ല, അവർക്ക് ഈ അക്രമത്തിന് ശേഷം രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അനുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലാകെ തന്നെ തിരച്ചിൽ നടപടികൾ ഊർജിതമാക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഇത് പാകിസ്ഥാൻ്റെ പങ്ക് വ്യക്തമാകുന്ന ചില തെളിവുകൾ ഭാരതത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ തെളിവുകൾ ഭാരതത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, അദ്ദേഹം ഏതാണ്ട് 30ഓളം രാജ്യങ്ങളുടെ എംബസികൾക്ക് ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ട്. അതായത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാൻ എന്താണെന്ന് തുറന്നു കാട്ടുവാൻ വേണ്ടി ഇന്ത്യ തയ്യാറായി എന്നുള്ളതാണ്. മാത്രമല്ല, ആഗോള ഭീകരതയ്ക്കെതിരെ ചെറുത്തു നിൽക്കുന്ന ഭാരതം, ആ ഭാരതത്തിൻ്റെ നിലപാടുകൾ എന്താണ് എന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുവാനുള്ള അവസരം കൂടിയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഏതായാലും ഈ സെർച്ചിങ് ഓപ്പറേഷൻ നടപടികളടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ ഭീകരവാദികളുടെ കൂടുതൽ വീടുകൾ ഇടിച്ചു നിരത്തുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. രോഹിണി. ശരി നന്ദൻ, ഭീകരതയ്ക്കെതിരെ കടുത്ത നടപടിയുമായി ഭാരതം 5 ഭീകരരുടെ വീടുകളാണ് കേന്ദ്രസേന തകർത്തത്. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്. അതിരുവിട്ട പ്രകോപനവുമായി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി അധ്യക്ഷൻ ബിലാവൽ ഭൂട്ടോ സർദാരി. സിന്ധു നദിയിലൂടെ ജലം ഒഴുകിയില്ലെങ്കിൽ ചോരപ്പുഴ ഒഴുകും. സിന്ധു നദീതട സംസ്കാരത്തിന്റെ യഥാർത്ഥ ഉടമ പാകിസ്ഥാനാണെന്നും ബിലാവൽ. സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിന് പിന്നാലെയാണ് ബിലാവൽ ഭൂട്ടോയുടെ പ്രകോപനം. कि जो इंडस वाटर ट्रीटी है, जो मुआहिदा हुआ पाकिस्तान और भारत के दरमियान, जिसके तहत भारत ये मान चुका कि सिंधु आपका है, सिंधु पाकिस्तान का है। मोदी ने
और उनकी हुकूमत ने ऐलान किया कि अब वो ये मुआहिदा नहीं मानते। और मैं सखर में इसी सिंधु दरिया के साथ खड़े होके भारत को कहना चाहूंगा कि सिंधु हमारा है और सिंधु हमारा रहेगा। या इस दरिया से हमारा पानी बहेगा या उनका खून बहेगा। ഭാരതത്തിന്റെ നയതന്ത്ര നീക്കങ്ങളിൽ ഭയന്ന് പാകിസ്ഥാൻ. പെഹൽഗാം ആക്രമണത്തിൽ അന്വേഷണത്തിന് തയ്യാർ എന്ന് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ്. ലോകരാജ്യങ്ങൾ ഭാരതത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ഷെഹബാസിന്റെ പ്രതികരണം. UN സെക്യൂരിറ്റി കൗൺസിലും ആക്രമണത്തെ അപലപിച്ചിരുന്നു. ഹിന്ദു ദിനപത്രത്തിന്റെ രാജ്യവിരുദ്ധ നിലപാടിൽ വായനക്കാരോട് മാപ്പു പറഞ്ഞ് ഹിന്ദു ഗ്രൂപ്പ് ഡയറക്ടറും മുൻ എഡിറ്ററുമായ മാലിനി പാർത്ഥസാരഥി. കഴിഞ്ഞ ദിവസത്തെ പത്രത്തിന്റെ ഉള്ളടക്കം വ്യാപക വിമർശനത്തിന് വഴിവെച്ച സാഹചര്യത്തിലാണ് ഇടപെടൽ. പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ കൈക്കൊണ്ട നടപടികൾക്ക് മറുപടിയായി ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം നിർത്താൻ പാകിസ്ഥാൻ തീരുമാനിച്ചിരുന്നു. ഇതാണ് പത്രം ഇന്നലെ പ്രധാന വാർത്തയായി നൽകിയത്. എന്നാൽ ഭീകരർക്ക് പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള തിരിച്ചടി നൽകുമെന്ന പ്രധാനമന്ത്രിയുടെ വാർത്ത പോലും അപ്രധാനമായിട്ടാണ് നൽകിയത്. സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ഈ സാഹചര്യത്തിലാണ് മാലിനി പാർത്ഥസാരഥി വായനക്കാരോട് മാപ്പ് അപേക്ഷിച്ചത്. ഹിന്ദു പത്രത്തിന്റെ എഡിറ്റോറിയൽ ടീമിന്റെ രാജ്യവിരുദ്ധവും അവിവേകവുമായ സമീപനം അസ്വസ്ഥതപ്പെടുത്തുന്നതാണെന്നും അവർ തുറന്നടിച്ചു. പാകിസ്ഥാനിലെ ഡോൺ പത്രമാണോ എന്ന ചോദ്യമാണ് ഹിന്ദുവിന്റെ പേജ് പങ്കുവച്ച് സൈബർ ലോകത്ത് പലരും ഉന്നയിച്ചത്. കശ്മീരിൽ ജീവൻ നഷ്ടമായ രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകളിൽ നിന്നും വിട്ടുനിന്ന് മുഖ്യമന്ത്രി. കേരളം കരഞ്ഞ ദിവസം പിണറായി പങ്കെടുത്തത് പാർട്ടി സെക്രട്ടേറിയറ്റിൽ. വിട്ടുനിന്നത് കേരള ഗോവ ഗവർണർമാരെത്തിയ സംസ്കാര ചടങ്ങുകളിൽ നിന്നും. മിക്ക സംസ്ഥാനങ്ങളിലും കശ്മീർ ബലിദാനികളുടെ സംസ്കാരത്തിന് നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രിമാരായിരുന്നു. കാശ്മീരിൽ തീവ്രവാദികളുടെ ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ രാമചന്ദ്രന്റെ കുടുംബത്തോടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അവഗണന. നാടിനെ നടുക്കിയ വിയോഗത്തിൽ കേരളം ഒന്നാകെ കരയുകയും രക്തസാക്ഷിത്വം വഹിച്ച തങ്ങളുടെ പ്രിയപ്പെട്ടവന് ആദരാഞ്ജലി അർപ്പിക്കാൻ നാടൊന്നാകെ ഒഴുകിയെത്തുകയും ചെയ്തു. എന്നാൽ മുഖ്യമന്ത്രി മാത്രം അവിടേക്ക് എത്തിയില്ല. കേരള ഗോവ ഗവർണർമാർ പങ്കെടുത്ത ചടങ്ങിലാണ് മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യം ശ്രദ്ധേയമായത്. ഗുജറാത്ത്, കർണാടക, ഛത്തീസ്ഗഡ്, റായ്പൂർ, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചത് അതത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാണ്. കാശ്മീരിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. എന്നാൽ കേരളത്തിൽ മാത്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിൽ പങ്കെടുക്കാൻ സമയം കണ്ടെത്തിയില്ല. കാര്യമായ പരിപാടികൾ ഒന്നും തന്നെ ഇന്നലെ ഉണ്ടായിരുന്നില്ല എന്നിരിക്കെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. തീവ്രവാദികളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ടവന് വേണ്ടി നാടൊന്നാകെ വിലപിക്കുമ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് പാർട്ടി സെക്രട്ടേറിയറ്റ് ആണ് ഏറ്റവും വലുത് എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ജനം, തിരുവനന്തപുരം. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം ബോംബേറ് നടന്ന സംഭവത്തിൽ പരിശോധന നടത്തി പോലീസ്. ഇന്നലെ രാത്രിയായിരുന്നു ശോഭയുടെ അയൽവാസിയുടെ വീട്ടിലേക്ക് അജ്ഞാതർ ബോംബെറിഞ്ഞത്. സംഭവം വാർത്തയായതിനു പിന്നാലെ മാത്രമാണ് പോലീസ് പരിശോധനയ്ക്ക് പോലും തയ്യാറായത്. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി R. ഇളങ്കോ അറിയിച്ചെന്നും തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം അക്രമത്തിൽ പ്രതിഷേധിച്ച് BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാനാണ് തീരുമാനം. എന്തായാലും ഈ പൊട്ടിത്തെറിച്ച സാധനത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലില്ലെങ്കിലും പൊട്ടിത്തെറിച്ച സ്ഥലത്തിൻ്റെ പ്രധാനം മനസ്സിലാക്കിക്കൊണ്ട് ഒരു സ്പെഷ്യൽ ടീമിനെ തന്നെ നിയോഗിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, BJP സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ വീടിനു സമീപമാണ് ബോംബേർ നടന്നത്. പക്ഷേ തുടക്കത്തിൽ പോലീസ് ഒരു അലംഭാവം കാണിച്ചു. വാർത്തയായതിന് ശേഷം മാത്രമാണ് അവിടെ എത്തി ഒരു വിശദമായ പരിശോധനയ്ക്ക് പോലും തയ്യാറായത് എന്നുള്ളത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇതിനെതിരെ BJP പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചിരുന്നു. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? 45 കൂടിയാണ് BJP സംസ്ഥാന ഉപാധ്യക്ഷ
ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപം ഒരു സ്ഫോടനം ഉണ്ടാകുന്നത്. ശോഭാ സുരേന്ദ്രന്റെ വീടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് എറിഞ്ഞ സ്ഫോടക വസ്തു ശോഭാ സുരേന്ദ്രന്റെ വീടിന് തൊട്ട് മുന്നിലുള്ള മറ്റൊരു വീടിന് മുന്നിൽ കിടന്നാണ് ഇത് പൊട്ടിത്തെറിച്ചത്. എന്തായാലും ഇതിനുശേഷം പോലീസ് അടക്കം വലിയൊരു പോലീസ് സംഘ സ്ഥലത്തെത്തുകയും ACPയുടെ നേതൃത്വത്തിൽ സംഘമെത്തി പരിശോധന നടത്തുകയും ചെയ്തതല്ലാതെ മറ്റ് നടപടികളൊന്നും ഉണ്ടായില്ല. 10:45 സംഭവത്തിന് ശേഷം ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് പോലീസ് അതായത് ജില്ലാ പോലീസ് മേധാവി R. ഇളങ്കോവിന്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘമെത്തി പരിശോധന പോലും നടത്തുന്നത്. അതായത് ഭീകരാക്രമണത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത്തരം ഒരു അക്രമം നടത്തുമ്പോൾ അല്ലെ ഒരു സംസ്ഥാന നേതാവിന്റെ BJPയുടെ സംസ്ഥാന നേതാവിന്റെ വീടിന് നേരെ ഇത്തരം ഒരു അക്രമം ഉണ്ടാകുമ്പോൾ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമായതിനാൽ തന്നെ പോലീസ് അത്രയും ഗൗരവത്തിൽ ഇതെടുത്തില്ല. ആദ്യഘട്ടങ്ങളിലെല്ലാം വലിയ അലംഭാവമാണ് പോലീസ് സേന കാണിച്ചത്. എന്തായാലും അതിനുശേഷം ജില്ലാ പോലീസ് മേധാവി എത്തി സ്ഥലത്ത് പരിശോധന നടത്തിയതിനു ശേഷമാണ് ഈ വിഷയം അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു ഉന്നതതല സംഘത്തെ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ വിന്യസിക്കുമെന്ന് പ്രഖ്യാപിച്ചു. എന്തായാലും അതിനുശേഷം 11 മണിക്ക് ശേഷം BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധ പ്രകടനവും ഇവിടെ നടത്തിയിരുന്നു. അതായത് പോലീസ് ഇരകൾക്കൊപ്പമല്ല, അതായത് ഈ അക്രമം നടത്തിയവരെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് BJP വലിയൊരു മാർച്ചും ഒക്കെ നടത്തിയിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 10:45 BJP സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ വീടിന് നേരെ അക്രമം ഉണ്ടായത്. എന്തായാലും ഫോറൻസിക് വിദഗ്ധരുടെ അടക്കം ഒരു പരിശോധന ഇവിടെ നടത്തിയിട്ടുണ്ട്. അതായത് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് അധികം വലിയ ഗുരുതര വിഷയമുണ്ടാക്കുന്ന സ്ഫോടക വസ്തുവല്ല പൊട്ടിയിരിക്കുന്നത്, എന്നാൽ ഇത് ഉപയോഗിച്ച സ്ഥലം, ഇത് എറിഞ്ഞിരിക്കുന്ന സ്ഥലമാണ് പ്രധാനം. അതായത് ഒരു സംസ്ഥാന നേതാവിന്റെ വീടിന് നേരെ ഉപയോഗിച്ചത് വലിയ ഗുരുതരമായിട്ടുള്ള വിഷയമാണെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട്. രോഹിണി. ശരി, സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്. ചരിത്രകാരൻ MGS നാരായണൻ അന്തരിച്ചു. കോഴിക്കോട് മലാപ്പറമ്പിലെ വസതിയിലായിരുന്നു അന്ത്യം. 92 വയസ്സായിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ചരിത്ര നിർമ്മിതിയിൽ സത്യസന്ധത പുലർത്തിയ ആളായിരുന്നു MGS എന്നും ഇടത് ചരിത്രകാരന്മാരുടെ ചരിത്രവിരുദ്ധതയെ നിർഭയം പ്രതിരോധിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ ചരിത്ര ഗവേഷണത്തിന് അതുല്യ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് വിട പറയുന്നത്. മലബാറിലെ മാപ്പിള കലാപത്തിന് ഹിന്ദു വിരുദ്ധ സ്വഭാവമുണ്ടായിരുന്നുവെന്ന MGS നാരായണന്റെ അഭിപ്രായം ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. വൈകിട്ട് 4-ന് കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിലാണ് സംസ്കാരം. ഗോകുൽ K. വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, MGS നാരായണന് ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്കാരം വൈകുന്നേരമാണ്. മറ്റു വിവരങ്ങൾ. ഈ ചരിത്ര ഗവേഷണത്തോട് 100% മുറിവിലെത്തിയ വ്യക്തിയാണ് MGS നാരായണൻ നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. കാരണം ഈ ഇടതു ചരിത്രകാരന്മാരുടെ അപ്രമാദിത്വമുള്ള ഒരു മേഖലയിൽ തന്റെ നിലപാടുകൾ വെട്ടിത്തുറന്ന് പറയാൻ യാതൊരു മടിയും കാണിക്കാത്ത വ്യക്തിയായിരുന്നു MGS നാരായണൻ. ഈ മാപ്പിള കലാപത്തിന് ഹിന്ദു വിരുദ്ധ സ്വഭാവമുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ പലതരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നെങ്കിലും അതിൽ നിന്ന് പിന്തിരിയാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം കൊമ്പത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്ക് ചരിത്രകാരൻ MGS നാരായണൻ അന്തരിച്ചു. കോഴിക്കോട് മലാപ്പറമ്പിലെ വസതിയിലായിരുന്നു അന്ത്യം. 92 വയസ്സായിരുന്നു. സംസ്കാരം വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ നടക്കും. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്. പ്രമുഖ ചരിത്രകാരനും ദേശീയ ചരിത്ര ഗവേഷണ കൗൺസിൽ ചെയർമാനുമായിരുന്ന ഡോക്ടർ MGS നാരായണൻ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. കോഴിക്കോട് മലാപ്പറമ്പിലെ വസതിയിലായിരുന്നു അന്ത്യം. ചരിത്ര ഗവേഷണം ജീവിതചര്യയാക്കിയ വ്യക്തിത്വമാണ് വിടവാങ്ങിയത്. വാർദ്ധക്യസഹജമായ അസുഖത്താൽ കോഴിക്കോട് മലാപ്പറമ്പിലുള്ള വസതിയായ മൈത്രിയിൽ വിശ്രമജീവിതം നയിക്കവെയാണ് അന്ത്യം. 7 പതിറ്റാണ്ടോളം ചരിത്രമേഖലയിൽ നിർണായക സംഭാവനകൾ നൽകിയ MGS ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ മുൻ അധ്യക്ഷനായിരുന്നു. 200-ലേറെ പുസ്തകങ്ങളും പ്രബന്ധങ്ങളും രചിച്ചിട്ടുണ്ട്. 1932 ഓഗസ്റ്റ് 20-ന് പൊന്നാനിയിൽ ജനനം. പരപ്പനങ്ങാടിയിലും പൊന്നാനിയിലും കോഴിക്കോടും തൃശൂരുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ MGS മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും 1ാം റാങ്കോടെ MA പാസ്സായി. 1954 മുതൽ 64 വരെ കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ ചരിത്രാധ്യാപകനായിരുന്നു. 68-ൽ കാലിക്കറ്റ് സർവകലാശാലയുടെ തുടക്കം മുതൽ ചരിത്ര വിഭാഗം അധ്യാപകനായി. പിന്നീട് വകുപ്പ് തലവനായും പ്രവർത്തിച്ചു. 90 മുതൽ 92 വരെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. NCERT പാഠപുസ്തക സമിതി, UGC ഹിസ്റ്ററി ആൻഡ് ആർക്കിയോളജി പാനൽ, UPSC പരിശോധനാ സമിതി എന്നിവയിൽ അംഗമായിരുന്നു.
സ്വാതന്ത്ര്യസമര കാലഘട്ടം മുതൽ ആധുനികാനന്തര കേരളത്തിന്റെയും ഇന്ത്യയുടെയും രാഷ്ട്രീയവും സാംസ്കാരികവുമായ സാമൂഹിക ജീവിതം രേഖപ്പെടുത്തിയ ജാലകങ്ങൾക്ക് 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. തമിഴ് സംസ്കൃത ഗ്രന്ഥങ്ങളും പുരാവസ്തു പഠനങ്ങളും ആധാരമാക്കി AD 9 മുതൽ 12 വരെയുള്ള നൂറ്റാണ്ടുകളിൽ കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തെപ്പറ്റി തയ്യാറാക്കിയ പെരുമാൾസ് ഓഫ് കേരള എന്ന ഗവേഷണ പ്രബന്ധത്തിന് PhD ലഭിച്ചിട്ടുണ്ട്. കോഴിക്കോട്ടെ സാമൂതിരി രാജാക്കന്മാർ, കർഷക കലാപങ്ങൾ, സാമുദായിക ബന്ധങ്ങൾ, മലബാറിന്റെ പൗരാണിക മധ്യകാല ചരിത്രം എന്നിവ സംബന്ധിച്ച് നിരവധി പ്രബന്ധങ്ങളും പുസ്തകങ്ങളും തയ്യാറാക്കി. ചരിത്ര സത്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കോഴിക്കോട് ചരിത്രത്തിൽ ചില ഏടുകൾ, കോഴിക്കോടിന്റെ കഥ, കൾച്ചറൽ സിംബോസിസ് ഇൻ കേരള, ആസ്പെക്ട്സ് ഓഫ് ആര്യനൈസേഷൻ ഇൻ കേരള, മലബാർ കേരള ചരിത്രത്തിന്റെ അടിസ്ഥാന ശിലകൾ, സെക്യുലർ ജാതിയും സെക്യുലർ മതവും, സാഹിത്യാപരാധങ്ങൾ, ജാലകങ്ങൾ, ഒരു ചരിത്രാന്വേഷിയുടെ വഴികൾ, കാഴ്ചകൾ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. കഴിഞ്ഞ പിറന്നാളിനായിരുന്നു MGS വിവിധ കാലങ്ങളിലായി രചിച്ച കവിതകളുടെ സമാഹാരമായ മരിച്ചു മമ ബാല്യം പ്രകാശനം ചെയ്തത്. ജനം, കോഴിക്കോട്. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെതിരെ CBI കേസെടുത്തു. കൊച്ചി CBI യൂണിറ്റാണ് FIR രജിസ്റ്റർ ചെയ്തത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് CBIയുടെ നടപടി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ചർച്ചിൽ സന്ദർശനം നടത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. രാജീവ് ചന്ദ്രശേഖർ കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ചർച്ചിൽ സന്ദർശനം നടത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വീണ്ടും വാർത്തകളിലേക്ക്. ലോകബാങ്ക് സഹായം വകമാറ്റി സംസ്ഥാന സർക്കാർ. 140 കോടി രൂപയാണ് വകമാറ്റിയത്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് കാർഷിക മേഖലയുടെ നവീകരണത്തിനായി ട്രഷറിയിലെത്തിയ പണം വകമാറ്റിയത്. പരിശോധനയ്ക്കായി ലോകബാങ്ക് സംഘം മെയ് 5-നെത്തും. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഈ വകമാറ്റൽ ഒരു സ്ഥിരം നയമാണ് സംസ്ഥാന സർക്കാരിൻ്റെത്. പക്ഷേ കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു പദ്ധതിക്ക് അനുവദിച്ച 140 കോടി രൂപയാണ് ഇത്തരത്തിൽ സർക്കാർ വകമാറ്റിയിരിക്കുന്നത്. എന്തായാലും അത് ലോകബാങ്ക് സംഘം അത് പരിശോധനയ്ക്കായി എത്തുന്നുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. അങ്ങേയറ്റം ഗൗരവ സ്വഭാവത്തിലുള്ളത് തന്നെയല്ലേ മറ്റു വിവരങ്ങൾ? വലിയ ഒരു ഗൗരവ സ്വഭാവമുണ്ട് ഇപ്പോൾ ഈ നടക്കുന്ന ഈ പരിപാടികൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ഡെവലപ്മെൻറ്റ്സിന് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ലോകബാങ്ക് സംഘം ഒരു പരിശോധനയ്ക്ക് കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. അതും അനുവദിച്ച പദ്ധതിക്ക് പുറത്തേക്ക് അനുവദിച്ച പണം വകമാറ്റി ചെലവഴിച്ചു എന്നുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകബാങ്ക് സംഘം മെയ് മാസത്തിൽ ഇവിടെ പരിശോധനയ്ക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. കഴിഞ്ഞ ഏപ്രിൽ 17-ന് സർക്കാരിന് ലഭിച്ചിട്ടുള്ള, കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള 140 കോടിയോളം,
കൃത്യമായി പറയുമ്പോൾ 139.66 കോടി രൂപയാണ് സർക്കാർ വക മാറ്റിയതായി വ്യക്തമാകുന്നത്. ഒരു സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു പദ്ധതിക്ക് തുക ലഭിച്ചു കഴിഞ്ഞാൽ 5 ദിവസത്തിനകം ട്രഷറിയിൽ നിന്ന് അത് പദ്ധതി അക്കൗണ്ടിലേക്ക് മാറ്റേണ്ട സാഹചര്യമുണ്ട്. 5 ആഴ്ച കഴിഞ്ഞിട്ടും ഇത്തരത്തിൽ തുക മാറ്റാതെ വന്നതോടുകൂടിയാണ് ഈ പണം സർക്കാർ തിരിച്ചെടുത്തതായി ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ കേര പദ്ധതി എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഗുണകരമാകേണ്ട ഒരു പദ്ധതിക്ക് ലോകബാങ്ക് അനുവദിച്ച സഹായമാണ് സംസ്ഥാന സർക്കാർ വക മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലാകുന്നത് സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെലവുകളുടെയൊക്കെ ആവശ്യത്തിനായി സംസ്ഥാന സർക്കാർ ഈ തുക വക മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പക്ഷേ സംസ്ഥാന ധനമന്ത്രി ഈ വിഷയം കൃത്യമായി നിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് കേര പദ്ധതിക്കായിട്ടുള്ള ലോകബാങ്ക് വായ്പ വകമാറ്റി എന്നുള്ള വാർത്ത നിഷേധിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ഫണ്ടും സർക്കാർ വകമാറ്റി ചെലവാക്കാൻ സാധിക്കില്ല. അതുപോലെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഇത് ലോകബാങ്കിന്റെ ഔദാര്യമല്ല, ആ തുക സർക്കാർ തിരിച്ചടയ്ക്കണം, പലിശയ്ക്ക് കൊടുത്തെടുക്കുന്ന പണമാണ്, ലോകബാങ്കിന്റെ സഹായമല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. തുക കൃഷിവകുപ്പിന് നൽകി എന്നൊക്കെയുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതായത് കൃഷിവകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത് സംബന്ധിച്ച ഒരു പ്രതികരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ തുക വകമാറ്റി എന്നുള്ളത് അത് എവിഡന്റ് ആയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ പരിശോധന നടത്താൻ ലോകബാങ്ക് സംഘം മെയ് 5 കേരളത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. രോഹിണി. ശരി, പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്. പോപ്പ് ഫ്രാൻസിസിന്റെ ഖബറടക്ക ചടങ്ങുകൾ ആരംഭിച്ചു. സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ ജനപ്രവാഹം, 170 രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നു. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, പറയൂ. രോഹിണി, 130ഓളം രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്നതെന്നാണ് ഇപ്പോൾ സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുവരികയാണ്. ഈ ഭൗതികദേഹം സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ എത്തിച്ചതിന് ശേഷമായിരിക്കും ദിവ്യബലി ഉൾപ്പെടെയുള്ളവ ആരംഭിക്കുക. കുർബാനയ്ക്ക് ശേഷമായിരിക്കും തുടർ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായുള്ള ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്യും. ഇതിൽ ഇത്തരം നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പങ്കെടുക്കും. അതുപോലെ തന്നെ ഭാരതത്തിന്റെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉൾപ്പെടെയുള്ള സംഘവും അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് ഇന്നലെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നത്. ഇന്നലെ തന്നെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ദ്രൗപദി മുർമു എത്തുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡീൻ ഓഫ് കോളേജ് ഓഫ് കർദിനാൾസ് എന്ന് പറയുന്ന പദവിയിലുള്ള, അതായത് 10 കർദിനാൾമാരുടെ അല്ലെങ്കിൽ മേജറായ കർദിനാൾമാരുടെ എണ്ണത്തിലെ മുതിർന്ന ഡീൻ എന്ന് പറയുന്ന തലവനായ ചുമതല വഹിക്കുന്ന കർദിനാളായ ജിയോവനി ബാറ്റിസ്റ്റയുടെ നേതൃത്വത്തിലാണ് ഈ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ പുരോഗമിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ പോപ്പിന്റെ മൃതദേഹ സംസ്കാര കർമ്മം ആരംഭിക്കുന്നതിനുള്ള ദിവ്യബലി അല്പസമയത്തിനകം ആരംഭിക്കും. സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിലായിരിക്കും നടക്കുക. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് പുറത്ത് തന്നെയായിരിക്കും പരിപാടികൾ നടക്കുക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ബസിലിക്കയുടെ പുറത്ത് ഒരുക്കങ്ങൾ പൂർത്തിയാകുകയും മൃതദേഹം പുറത്തേക്ക്, അതായത് പോപ്പ് ഫ്രാൻസിസിന്റെ ഭൗതികദേഹം പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അല്പസമയത്തിനകം ദിവ്യബലി ആരംഭിക്കുകയും അതിനുശേഷം ഇത്തരത്തിലുള്ള ചടങ്ങുകളിലേക്ക്, ചരമ ശുശ്രൂഷയുടെ ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്യും. അതിനുശേഷം മേരി മേജർ പള്ളിയിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഈ ചടങ്ങുകളെല്ലാം തന്നെ ഏറ്റവും ലളിതമാക്കണം. അതുപോലെ തന്നെ പ്രത്യേക പീഠം സൃഷ്ടിച്ച് അതിന് മുകളിൽ ശവമഞ്ചം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ കഫിൻ വെക്കുന്ന രീതി വേണ്ട എന്നൊരു നിലപാട് കൃത്യമായും നേരത്തെ മാർപ്പാപ്പ മുന്നോട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മൃതദേഹം കിടത്തുന്ന പെട്ടിയെല്ലാം തന്നെ സാധാരണ നിലയിൽ നിരത്ത് വെക്കേണ്ട രീതിയിൽ ഉണ്ടാക്കണമെന്ന നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി പാലിക്കപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ നീക്കം നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിന് ശേഷം നിർമ്മിക്കുന്ന കല്ലറയിലും വിശേഷണങ്ങളൊന്നും പാടില്ല, പേര് മാത്രമാണ് വെക്കേണ്ടത് എന്നും വളരെ കൃത്യമായി, അതും ലാറ്റിൻ ഭാഷയിൽ എഴുതേണ്ടതും മാത്രമേ എഴുതാവൂ എന്ന നിലപാടും അദ്ദേഹം പറഞ്ഞിരുന്നു. അതെല്ലാം തന്നെ കൃത്യമായി നടപ്പാക്കാനുള്ള ഒരു ഒരുക്കം തന്നെയാണ് ഇപ്പോൾ വത്തിക്കാനിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ, പലതവണ റിപ്പോർട്ട് ചെയ്തതുപോലെ, ഇനി പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന ചടങ്ങുകളിലേക്ക് അടക്കം കടക്കുന്നതിന് മുന്നോടിയായി ഈ സംസ്കാര കർമ്മങ്ങളും അതിന്റെ എല്ലാ ശുശ്രൂഷകളും അവസാനിക്കേണ്ടതുണ്ട്. ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി ഏറ്റവും പ്രധാനമാണ് സംസ്കാര ചടങ്ങുകളും ശുശ്രൂഷകളും. അതാണ് ഇന്നിപ്പോൾ പുരോഗമിക്കുന്നത്. സാധാരണയായി 5-ാം ദിവസം, മരണത്തിന് ശേഷം 5-ാം ദിവസം തന്നെയാണ് സാധാരണഗതിയിൽ പോപ്പുമാരുടെ മൃതദേഹ സംസ്കാര കർമ്മങ്ങൾ നടത്തുക. ആ സംസ്കാര കർമ്മങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും വാർത്തകളിൽ നിന്നുമെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, മാർപ്പാപ്പയ്ക്ക് വിട നൽകാനൊരുങ്ങുകയാണ് ലോകം. ഖബറടക്ക ചടങ്ങുകൾ ആരംഭിച്ചു. ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. കശ്മീർ ബലിദാനി എൻ രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകളിൽ നിന്നും മുഖ്യമന്ത്രി വിട്ടുനിന്നതിൽ പ്രതിഷേധവുമായി യുവമോർച്ച. ഇസ്ലാമിക തീവ്രവാദികൾ കൊലപ്പെടുത്തിയ മലയാളിയുടെ മതമാണ് മുഖ്യമന്ത്രിക്ക് വിഷയമെന്ന്
സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷ് ആരോപിച്ചു. രാമചന്ദ്രന്റെ വീട്ടിൽ പോകാത്തത് അവിഹിത വോട്ട് ബാങ്ക് പങ്കാളികളെ സന്തോഷിപ്പിക്കാനെന്നും വിമർശനം. കശ്മീരിലെ പഹൽഗാമിൽ ഇസ്ലാമിക ഭീകരവാദികളുടെ വെടിയേറ്റ് മരിച്ച രാമചന്ദ്രന് നാടൊന്നായി വിട ചൊല്ലിയിട്ടും സംസ്ഥാന മുഖ്യമന്ത്രി ചടങ്ങിൽ നിന്നും വിട്ടുനിന്നതിലാണ് രൂക്ഷ വിമർശനവുമായി യുവമോർച്ച രംഗത്ത് വരുന്നത്. പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് കേരളത്തിലൊഴിച്ച് മറ്റെല്ലായിടത്തും നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രിമാരാണെന്ന് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷ് ഫേസ്ബുക്കിലൂടെ വിമർശിച്ചു. ട്രെയിനിൽ സീറ്റ് തർക്കത്തിൽ കൊല്ലപ്പെട്ടയാളുടെ വീട് തപ്പിപ്പോകാനും പണം നൽകാനും മനസ്സുണ്ടായ മുഖ്യമന്ത്രിക്ക് ഇസ്ലാമിക തീവ്രവാദികൾ കൊലപ്പെടുത്തിയ മലയാളിയുടെ മതം തന്നെയാണ് വിഷയം. പിണറായി വിജയൻ രാമചന്ദ്രന്റെ വീട്ടിൽ പോകാത്തത് അവിഹിത വോട്ട് ബാങ്ക് പങ്കാളികളെ സന്തോഷിപ്പിക്കാനാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. 2 ഗവർണർമാരടക്കം സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ എൻ രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകൾക്ക് എത്തിയിരുന്നു. അന്നേ ദിവസം കേരളത്തിലുണ്ടായിരുന്നിട്ടും മുഖ്യമന്ത്രി ചടങ്ങ് അവഗണിച്ചു. രാമചന്ദ്രന്റെ വീട്ടിൽ പോകാത്ത മുഖ്യമന്ത്രി തലസ്ഥാനത്ത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലടക്കം പങ്കെടുത്തതും പ്രതിഷേധം ശക്തമാകാൻ കാരണമായി. ജനം, തിരുവനന്തപുരം. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് അറിയിച്ച് പാകിസ്ഥാന് നയതന്ത്ര കുറിപ്പ് നൽകി ഭാരതം. ലോകബാങ്ക് ഇടപെട്ടുള്ള തർക്ക പരിഹാര ചർച്ചകളിൽ നിന്നും ഭാരതം പിന്മാറും. പാക് പൗരന്മാരെ തിരിച്ചയക്കാനുള്ള നടപടികൾ സംസ്ഥാനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ 102 പാക് പൗരന്മാരാണ് ഉള്ളത്. 1960-ലെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച വിവരം കേന്ദ്ര ജലശക്തി വകുപ്പ് പാകിസ്ഥാനെ ഔദ്യോഗികമായി അറിയിച്ചു. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ സെക്രട്ടറി ദേബശ്രീ മുഖർജി പാക് ജലവിഭവ മന്ത്രാലയം സെക്രട്ടറി സയ്യിദ് അലിക്കാണ് കത്ത് നൽകിയത്. ഒരു കരാറിനെ മാനിക്കാനുള്ള ബാധ്യതയാണ് ആ കരാറിന്റെ അടിസ്ഥാനം. എന്നാൽ ജമ്മു കശ്മീർ ലക്ഷ്യം വെച്ചുള്ള പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരതയാണ് പഹൽഗാം സംഭവമെന്ന് കത്തിൽ പറയുന്നു. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിന്ധു നദീജല കരാർ മരവിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം തീരുമാനിച്ചിരുന്നു. അതേസമയം ഭാരതത്തിലുള്ള പാക് പൗരന്മാരെ തിരികെ അയക്കാനുള്ള നീക്കങ്ങൾ ഊർജിതമാക്കി. ഇന്നലെ മുഖ്യമന്ത്രിമാരുമായി ഫോണിൽ സംസാരിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാകിസ്ഥാൻ പൗരന്മാരെ എത്രയും വേഗം മടക്കി അയക്കാൻ നിർദ്ദേശിച്ചിരുന്നു. കേരളത്തിൽ 102-ഉം തമിഴ്നാട്ടിൽ 200-ഉം പാകിസ്ഥാൻ പൗരന്മാരുണ്ട്. ഇന്ത്യയിലുള്ള പാക് പൗരന്മാരുടെ വിസ കാലാവധി നാളെ അവസാനിക്കും. മെഡിക്കൽ വിസയിലുള്ളവർക്ക് ചൊവ്വാഴ്ച വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. ജനം, ഡൽഹി. അമർനാഥ് യാത്രയ്ക്ക് മാറ്റമില്ല. പഹൽഗാം ഭീകരാക്രമണം അമർനാഥ് തീർത്ഥാടനത്തെ ബാധിക്കില്ലെന്ന് കേന്ദ്രം. കനത്ത സുരക്ഷയിലാകും തീർത്ഥാടനം നടക്കുക. भारत के लोगों में इतना सामर्थ्य है, इतनी हिम्मत है, इतना आत्मविश्वास है कि जल्द ही फिर एक बार पर्यटन वहाँ शुरू होगा, उद्योग वहाँ जाएगा, अमरनाथ की यात्रा होगी और कश्मीर जो विकास के मार्ग पे चल पड़ा है उसको कोई रोक नहीं सकता. പോപ്പ് ഫ്രാൻസിസിന്റെ കബറടക്ക ചടങ്ങുകൾ ആരംഭിച്ചു. സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ ജനപ്രവാഹം. 170 രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നു. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം തന്നെ കൃത്യം 1:30 തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. എന്തായാലും മാർപ്പാപ്പയ്ക്ക് വിട നൽകാൻ ലോകം ഒരുങ്ങുമ്പോൾ സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ ഒരു ജനപ്രവാഹം തന്നെയല്ലേ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും രോഹിണി, ഒരു ജനപ്രവാഹം, വൻ ജനപ്രവാഹം തന്നെയാണ് പോപ്പിനെ അന്ത്യയാത്രയാക്കാൻ എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ നമുക്കറിയാവുന്നതാണ്, പോപ്പിന്റെ സംസ്കാര കർമ്മം നടക്കുന്നത് ലോകത്തെ മുഴുവൻ ലോക നേതാക്കളുടെയും സാന്നിധ്യത്തിലാണ്. 170ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ലോകത്തെ പ്രധാന രാഷ്ട്രങ്ങളുടെ പ്രമുഖരെല്ലാം തന്നെ, അതായത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുണ്ട്, ഡൊണാൾഡ് ട്രംപ് ഉണ്ട്, അതുപോലെ തന്നെ ഭാരതത്തിന്റെ പ്രസിഡന്റ് രാഷ്ട്രപതി ദ്രൗപദി മുർമു, അത്തരത്തിൽ നിരവധി പേർ, ലോകരാഷ്ട്രങ്ങളിലെ മുഴുവൻ നേതാക്കളും പങ്കെടുക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമാണ് പോപ്പിന്റെ അന്ത്യയാത്ര സംബന്ധിച്ചുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ അന്ത്യയാത്രാ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു, ദിവ്യബലി ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഈ പ്രാഥമികമായി നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നത് എന്നതാണ്. ഈ ദിവ്യബലിയുടെ ഭാഗമായി, അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ജിയോനി ബാറ്റിസ്റ്റയുടെ നേതൃത്വത്തിലുള്ള ദിവ്യബലി നടക്കുന്നു. അതിനുശേഷം അതിന് പിന്നാലെയായിരിക്കും മറ്റു നടപടികളിലേക്ക് എല്ലാം തന്നെ നീങ്ങുക. അത്തരത്തിൽ ഓരോ ഈ ദിവ്യബലി ആരംഭിക്കുകയും ദിവ്യബലി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനിടയിൽ തന്നെ പോപ്പിന്റെ അന്ത്യസംസ്കാര ശുശ്രൂഷയിലേക്ക് കടക്കുകയും തുടർന്ന് അങ്ങോട്ട് പോപ്പിനെയും വഹിച്ചുകൊണ്ട് ഈ തൊട്ടടുത്ത, അതായത് വത്തിക്കാൻ നഗരത്തിന് പുറത്തുള്ള സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നും വത്തിക്കാൻ നഗരത്തിന് പുറത്തുള്ള പള്ളിയിലാണ് അദ്ദേഹത്തിന്റെ അന്തിമ സംസ്കാരത്തിനുള്ള സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ
മേജർ ബസിലിക്കയിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അന്ത്യവിശ്രമത്തിന് സൗകര്യം ഒരുക്കിയിരിക്കുന്ന ആ പള്ളിയിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുപോവുകയായിരിക്കും പിന്നീടുള്ള ചടങ്ങുകൾ. ഈ ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും ഓരോന്നായുള്ള അടുത്ത തുടർ ചടങ്ങുകൾ നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും വലിയൊരു ജനാവലി തന്നെ, അതായത് ലക്ഷക്കണക്കിന് ആളുകൾ ആ പരിസരത്ത് തടിച്ചുകൂടിയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം കാണാൻ സാധിക്കുന്നത് പോലെ വൻതോതിലുള്ള ജനാവലി ആ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാകാൻ വേണ്ടി എത്തിയിരിക്കുന്നു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കി കാണേണ്ട വിഷയം. മനുഷ്യന് വേണ്ടി ജീവിച്ച ഒരു പോപ്പിന്റെ അന്ത്യയാത്ര അല്ലെങ്കിൽ മനുഷ്യന് വേണ്ടി ജീവിച്ച ഒരു സഭാ മേലധ്യക്ഷന്റെ അന്ത്യയാത്ര ഏറെ ശ്രേഷ്ഠമായ ഒരു അനുഭവമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വലിയ ജനസമൂഹം തന്നെ ഇത് കാണാനായി എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകതയുള്ള വിഷയം. ഇപ്പോൾ വിശുദ്ധ കുർബാന ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് നൽകാനാകുന്ന ഏറ്റവും പുതിയ വിവരം. ഈ കുർബാന ചടങ്ങ് നടക്കുന്നതിനിടയിൽ തന്നെ പോപ്പിന്റെ സംസ്കാര ശുശ്രൂഷയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും തുടർന്ന് മറ്റു നടപടി അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ, അതായത് മൃതദേഹ ഘോഷയാത്ര ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കുകയും ചെയ്യും. രോഹിണി, ശരിയായി തുടരുക. നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെതിരെ CBI കേസെടുത്തു. കൊച്ചി CBI യൂണിറ്റാണ് FIR രജിസ്റ്റർ ചെയ്തത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് CBIയുടെ നടപടി. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെതിരെ കൊച്ചി CBI യൂണിറ്റാണ് FIR രജിസ്റ്റർ ചെയ്തത്. KM എബ്രഹാമിനെതിരെ CBI കേസെടുത്ത് അന്വേഷണം നടത്താൻ ഇക്കഴിഞ്ഞ 11-ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് CBIയുടെ തുടർ നടപടികൾ. KM എബ്രഹാമിന്റെ സ്വാധീനത്തിലായിരുന്നു വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണമെന്നും വിജിലൻസിന് വീഴ്ച പറ്റിയെന്നും ഹൈക്കോടതി CBI അന്വേഷണത്തിന് നിർദ്ദേശിച്ച ഉത്തരവിൽ വിമർശിച്ചിരുന്നു. മുംബൈയിലെ ആഡംബര ഫ്ളാറ്റ്, തിരുവനന്തപുരത്തെ അപ്പാർട്ട്മെന്റ്, 8 കോടി രൂപ വില വരുന്ന കൊല്ലത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇവയൊക്കെ അനധികൃതമായി KM എബ്രഹാം സമ്പാദിച്ചുവെന്നായിരുന്നു പരാതി. എന്നാൽ പരാതിയിന്മേൽ KM എബ്രഹാമിന്റെ 2014-15 കാലത്തെ സ്വത്ത് സമ്പാദനം വിജിലൻസ് അന്വേഷിച്ചില്ല. ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് പണം കൈമാറിയതിലും അന്വേഷണം നടത്തിയില്ലെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. അതേസമയം CBIയുടെ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും KM എബ്രഹാമിനെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റേത്. ജനം, കൊച്ചി. മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ചർച്ചിൽ സന്ദർശനം നടത്തിയതിനു ശേഷം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. തത്സമയം എക്സ്പീരിയൻസ് കിട്ടാനൊരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പറയാനുള്ളത്, ഹി വിൽ ബി മിസ്ഡ്. മാർപ്പാപ്പ ഫ്രാൻസിസ് ഹാസ് ലെഫ്റ്റ് ഒരു വലിയ വോയിഡ് ലോകത്തിൻ്റെ ഒരു ഗ്ലോബൽ സ്റ്റേജിൽ, ആൻഡ് ഹി വിൽ സർട്ടൻലി ബി മിസ്ഡ്. അത് ഇത് എന്ത് കണക്ഷൻ? മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ചർച്ചിൽ സന്ദർശനം നടത്തിയതിനു ശേഷം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെക്കുറിച്ചും അദ്ദേഹം അനുസ്മരിക്കുകയുണ്ടായി. വീണ്ടും വാർത്തകളിലേക്ക്. CMRL എക്സാലോജിക് ഇടപാടിൽ വീണ വിജയന് സ്വന്തം മൊഴി തന്നെ കുരുക്കാകുന്നു. CMRLന് സേവനം നൽകിയിട്ടില്ലെന്നായിരുന്നു വീണയുടെ മൊഴി. സേവനം നൽകാതെ പണം കൈപ്പറ്റിയെന്ന ആരോപണം ശരിവെക്കുന്നതാണ് ഈ മൊഴി. SFIO കുറ്റപത്രത്തിലാണ് വിവരങ്ങൾ ഉള്ളത്. മാസപ്പടി കേസിൽ അന്വേഷണം പൂർത്തിയാക്കി SFIO അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിലാണ് വീണയ്ക്ക് തന്നെ കുരുക്കാകുന്ന മൊഴിയുള്ളത്. CMRLന് സേവനങ്ങളൊന്നും നൽകിയിട്ടില്ലെന്ന് വീണയുടെ മൊഴിയിലുണ്ട്. IT അനുബന്ധ സേവനങ്ങൾ നൽകാതെ IT സൊല്യൂഷൻസ് കമ്പനിയായ എക്സാലോജിക് എന്തിന് പണം കൈപ്പറ്റിയെന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. CMRL എക്സാലോജിക് ഇടപാടിലൂടെ 2,78 ലക്ഷം രൂപയാണ് വീണയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. പ്രവർത്തിക്കാത്ത കൺസൾട്ടിംഗ് സ്ഥാപനത്തിനാണ് പണം നൽകി വന്നിരുന്നത്. എക്സാലോജിക്കിന് നൽകി വന്ന 3 ലക്ഷത്തിന് പുറമെ 5 ലക്ഷം രൂപ വീതം വീണയ്ക്ക് ലഭിച്ചിരുന്നു. ഇതിനിടെ മാസപ്പടി കേസ് കൂടുതൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളിലേക്ക് നീങ്ങുകയാണ്. SFIO റിപ്പോർട്ടിന്റെ പകർപ്പ് കൂടുതൽ കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറിയിട്ടുണ്ട്. നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി, സെൻട്രൽ എക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്നീ ഏജൻസികൾക്കാണ് റിപ്പോർട്ട് കൈമാറിയത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്കും റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. CMRLന്റെ 13 കോടി രൂപയുടെ വിദേശ ഇടപാടിൽ വിശദമായ അന്വേഷണമാണ് SFIO നിർദ്ദേശിച്ചിരിക്കുന്നത്. CMRL MD ശശിധരൻ കർത്തയുടെ അടുത്ത ബന്ധുവായ അനിൽ ആനന്ദപ്പണിക്കരുടെ വിദേശ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയ പണത്തെക്കുറിച്ചാണ് വിശദമായ അന്വേഷണം. ജനം, കൊച്ചി.
വയനാട് DCC ട്രഷറർ NM വിജയൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ KPCC അധ്യക്ഷൻ K സുധാകരന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. സുധാകരന്റെ കണ്ണൂരിലെ വീട്ടിലെത്തി ബത്തേരി DYSP KK അബ്ദുൽ ഷരീഫിന്റെ നേതൃത്വത്തിലാണ് മൊഴിയെടുത്തത്. NM വിജയൻ K സുധാകരൻ അയച്ച കത്തിലെ വിശദാംശങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘം സുധാകരനോട് ചോദിച്ചറിഞ്ഞു. ആത്മഹത്യയല്ലാതെ മറ്റു പോംവഴിയില്ലെന്ന് പറഞ്ഞ് വയനാട് DCC ട്രഷറർ NM വിജയൻ അയച്ച കത്ത് ലഭിച്ചതായി K സുധാകരൻ മുൻപ് സ്ഥിരീകരിച്ചിരുന്നു. 2022 മുമ്പാണ് കത്ത് ലഭിച്ചതെന്നായിരുന്നു സുധാകരൻ പറഞ്ഞത്. കോൺഗ്രസ് നേതാക്കൾ നടത്തിയ നിയമനക്കോഴയിൽ കുരുങ്ങി നിൽക്കുമ്പോഴാണ് വിജയൻ KPCC അധ്യക്ഷന് കത്തയച്ചത്. ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ബത്തേരി DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം K സുധാകരന്റെ വീട്ടിലെത്തി മൊഴിയെടുത്തത്. അന്വേഷണം നടക്കുന്ന കേസിന്റെ കാര്യമല്ലേ, കൂടുതൽ പറയാൻ പറ്റത്തില്ല. ചോദിച്ചിട്ടുണ്ട്. കത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തന്നോട് ചോദിച്ചത് എന്നും നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ താൻ പോലീസിനോടും ആവർത്തിച്ചുവെന്നും K സുധാകരൻ വ്യക്തമാക്കി. ഞാൻ അന്ന് നിങ്ങളുടെയൊക്കെ പറഞ്ഞത് തന്നെ ഇവിടെ വീണ്ടും ആവർത്തിച്ചു പോലീസോട്. പോലീസ് അത് ബോധ്യപ്പെട്ടു. അവർ എല്ലാം എഴുതിയെടുത്തവർ പോയി. NM വിജയന്റെയും മകൻ ജിജേഷിന്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് 3 കേസുകളാണ് പോലീസ് അന്വേഷിക്കുന്നത്. ജനം, കണ്ണൂർ. പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരത്തിന് സുരക്ഷ വർദ്ധിപ്പിച്ചു. സുരക്ഷയ്ക്ക് പ്രത്യേക കമാൻഡോകളെ നിയോഗിക്കാനും ആന്റി ഡ്രോൺ സംവിധാനം നടപ്പാക്കാനും തീരുമാനമായി. സാനു K സജീവ് ചേരുന്നു. സാനു, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? രോഹിണി, തൃശൂർ പൂരം ഇക്കുറി എന്തായാലും കനത്ത സുരക്ഷാ വലയത്തിലായിരിക്കും നടക്കുമെന്നുള്ള കാര്യം ഏകദേശം വ്യക്തമായിരിക്കുകയാണ്. അതായത് പെഹൽഗ്രാം ഭീകരവാദി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കമാൻഡോ സുരക്ഷയിലായിരിക്കും ഇക്കുറി തൃശൂർ പൂരം നടക്കുക. 4000 പോലീസുകാരെയാണ് ഈ തൃശൂർ പൂരത്തിന്റെ സുരക്ഷയ്ക്കായിട്ട് വിവിധ കേന്ദ്രങ്ങളിൽ വിന്യസിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേ സാഹിബ് ഇന്ന് പൂരനഗരിയിൽ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. സുരക്ഷാ കാര്യങ്ങൾ അടക്കം വിലയിരുത്തിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ അതേപോലെ തന്നെ ഈ ഒരു ഭീകരവാദി അക്രമത്തിന്റെ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അതീവ സുരക്ഷ തൃശൂർ പൂരത്തിന് ഇക്കുറി നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് 4000 പോലീസുകാരെ, അതായത് കമാൻഡോകളടക്കം പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള തണ്ടർബോൾട്ട്, സംസ്ഥാന പോലീസിന്റെ തണ്ടർബോൾട്ട് കമാൻഡോകൾക്കൊപ്പം കമാൻഡോകൾ അതേപോലെ തന്നെ സാധാ പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം 4000 ഉദ്യോഗസ്ഥരെയായിരിക്കും ഇത്തവണ തൃശൂർ പൂരത്തിന്റെ സുരക്ഷാ വിന്യാസത്തിനായിട്ട് വിന്യസിക്കുക. അതായത് പ്രധാനമായിട്ടും ഇന്റലിജൻസ് വിവിധ അതായത് IBയുടെ അടക്കമുള്ള നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും തൃശൂർ പൂരത്തിന്റെ നടപടിക്രമങ്ങൾ, സുരക്ഷാ കാര്യങ്ങൾ അടക്കം തീരുമാനിക്കുക എന്നാണ് സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുള്ളത്. പൂരത്തിന് മുന്നോടിയായി തന്നെ കമാൻഡോകളെ ഈ പൂരനഗരിയിലും തൃശൂർ നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലും വിന്യസിക്കുമെന്നാണ് പോലീസ് മേധാവി അറിയിച്ചിട്ടുള്ളത്. ശരി സാനു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരത്തിന് സുരക്ഷ വർദ്ധിപ്പിച്ചു. പ്രത്യേക കമാൻഡോകളെ നിയോഗിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സാനു K സജീവാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഭരണചക്രം തിരിക്കാൻ IAS ഉദ്യോഗസ്ഥർ ഇല്ല. IAS ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ ക്ഷാമം. ഈ മാസം 4 മുതിർന്ന ഉദ്യോഗസ്ഥർ കൂടി വിരമിക്കും. അഡീഷണൽ ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് 30 വർഷം പ്രവൃത്തി പരിചയമുള്ളവർ ആരുമില്ല. 19 പ്രധാന തസ്തികകളിൽ അധിക ചുമതലക്കാരാണ്. ചീഫ് സെക്രട്ടറി ആയിരുന്ന ശാരദാ മുരളീധരൻ ഉൾപ്പെടെ 2 പേർ ഈ മാസം 30-ാം തീയതി വിരമിക്കും. മാർച്ചിൽ 2 പേർ വിരമിച്ചു. ഇതോടെ 7 പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുടെ എണ്ണം വീണ്ടും കുറയും. സംസ്ഥാനത്തെ ഭരണചക്രം തിരിക്കാൻ 14 പ്രിൻസിപ്പൽ സെക്രട്ടറിമാരെങ്കിലും വേണം. ആ സ്ഥാനത്താണ് IAS ഉദ്യോഗസ്ഥരുടെ ഗണ്യമായ കുറവ്. സ്ഥാനക്കയറ്റം നൽകാൻ 25 വർഷ സർവീസ് ഉള്ളവർ കുറവാണ്. ധനവകുപ്പിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന A ജയതിലക് ചീഫ് സെക്രട്ടറി സ്ഥാനത്താകുന്നതോടെ അവിടെയും ഒഴിവുണ്ടാകും. പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുടെ അതിരൂക്ഷമായിട്ടുള്ള കുറവുണ്ടായിരുന്ന സമയത്താണ് കൃഷി വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി B അശോകിനെ തദ്ദേശ വകുപ്പ് പരിഷ്കരണ കമ്മീഷനിലേക്ക് മാറ്റിയത്. നിലവിൽ സംസ്ഥാനത്ത് ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിമാർക്ക് 8 തസ്തികകളുണ്ട്. വിരമിച്ച ചീഫ് സെക്രട്ടറി B വേണുവിന് പകരം ആർക്കും സ്ഥാനക്കയറ്റം നൽകിയിട്ടില്ല. 1995 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥരില്ല എന്നതാണ് പ്രധാന കാരണം. 231 IAS തസ്തികകളിൽ 126 പേര് മാത്രമാണുള്ളത്. ഉന്നത ഉദ്യോഗസ്ഥർക്ക് 5ഉം 6ഉം വകുപ്പുകളുടെ ചുമതലയുണ്ട്. 126 പേരുണ്ടെങ്കിലും 33 പേരെ കേരളത്തിലില്ല. 24 പേര് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ്. 4 പേര് വിദേശ പഠനത്തിലും. അധിക വകുപ്പുകളുടെ ചുമതല ഏറ്റെടുക്കാൻ കഴിയാതെ വന്നതോടെ ഉയർന്ന ഉദ്യോഗസ്ഥർ പരാതി നൽകിയപ്പോൾ 5ൽ കൂടുതൽ വകുപ്പുള്ള ഉദ്യോഗസ്ഥർക്ക് വകുപ്പുകൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. N പ്രശാന്തിന്റെ ഒഴിവിലേക്കും മറ്റൊരാളും വന്നിട്ടില്ല. ജനം, തിരുവനന്തപുരം.
മോട്ടോർ വാഹന വകുപ്പിൽ കൂട്ട സ്ഥലം മാറ്റം 221 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ സ്ഥലം മാറ്റി ഉത്തരവിറക്കി. നടപടി ചട്ടവിരുദ്ധമെന്ന ആക്ഷേപം. 48 മണിക്കൂറിനുള്ളിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കണം എന്നാണ് ഉത്തരവ്. കോടതി ഉത്തരവ് പ്രകാരമാണ് നടപടിയെന്ന് ഗതാഗത കമ്മീഷണർ വ്യക്തമാക്കുന്നു. പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഇത്ര വലിയ രീതിയിലുള്ളൊരു കൂട്ട സ്ഥലം മാറ്റം, അതും 48 മണിക്കൂറിനുള്ളിൽ സ്ഥലം മാറ്റിയവർ അതത് സ്ഥാപനങ്ങളിൽ എത്തണം എന്നുള്ളൊരു നിർദ്ദേശവുമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു കൂട്ടസ്ഥലമാറ്റം, ഇത്ര വലിയൊരു സ്കെയിലിലേക്കുള്ള കൂട്ടസ്ഥലമാറ്റം വകുപ്പുകളിൽ സംസ്ഥാനത്ത് അങ്ങനെ സംഭവിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 221 ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഈ വിഷയത്തിൽ പറയുന്നത് കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു സ്ഥലം മാറ്റം എന്നുള്ളതാണ്. പക്ഷേ ജീവനക്കാർ പറയുന്നത് ഇത് ചട്ടവിരുദ്ധമാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇത്ര അടിയന്തരമായി ഒന്ന് സ്ഥലം മാറ്റുന്നതും അതും 48 മണിക്കൂറിൽ അടുത്ത സ്ഥലത്ത് ജോയിൻ ചെയ്യണമെന്ന് പറയുന്നതും നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് ജീവനക്കാർ പറയുന്നത്. അവർ ചൂണ്ടിക്കാട്ടുന്ന ചില വിഷയങ്ങൾ എന്ന് പറയുന്നത് നിലവിലുള്ള ഈ സ്ഥലം മാറ്റ ഉത്തരവ് ചട്ടത്തിന്റെ പൂർണ്ണമായ ലംഘനമാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നടപടി. സ്പാർക്ക് വഴി ഉദ്യോഗസ്ഥരുടെ വില്ലിംഗ്നെസ് ഉറപ്പാക്കിയില്ല. അതോടൊപ്പം തന്നെ അത് കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്നും ജീവനക്കാർ ചൂണ്ടിക്കാട്ടിക്കുന്നു. അതോടൊപ്പം തന്നെ ജനറൽ ട്രാൻസ്ഫർ നടത്താതെയുള്ള മാറ്റം അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടും ഉദ്യോഗസ്ഥർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഈ സ്ഥലമാറ്റ നടപടിക്കെതിരെ ഉദ്യോഗസ്ഥർ കോടതിയെ സമീപിക്കും എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട്. ഈ 48 മണിക്കൂറിനകം ജോയിൻ ചെയ്യണമെന്നുള്ളതും ചട്ടവിരുദ്ധമായിട്ടുള്ള നിർദ്ദേശമാണെന്നുള്ളതാണ് ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം അതിൽ രണ്ട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ഇതൊരു യൂണിഫോം ഫോഴ്സ് ആയതിനാൽ തന്നെ ജീവനക്കാരോട് അടിയന്തരമായി ജോലി സ്ഥലത്ത് ഹാജരാകാൻ പറയാൻ കഴിയും എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അതേസമയം സാധാരണഗതിയിൽ മറ്റൊരിടത്ത് ജോയിൻ ചെയ്യുമ്പോൾ കുറഞ്ഞതൊരു 7 ദിവസത്തെ സമയപരിധിയെങ്കിലും നൽകും, അതൊരു സാധാരണ കീഴ്വഴക്കമാണെന്നുള്ള ഒരു വാദവും മറ്റൊരു വശത്തും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അസാധാരണമായ ഒരു സ്ഥലം മാറ്റമാണ്. 221 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ അടിയന്തരമായി സ്ഥലം മാറ്റിയിരിക്കുന്നു. അതും 48 മണിക്കൂറിനുള്ളിൽ പറയുന്ന സ്ഥലങ്ങളിൽ ജോയിൻ ചെയ്യണമെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. കോടതി ഉത്തരവ് മൂലമാണെന്നുള്ള വിശദീകരണവും നൽകുന്നു. അതിനെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ്. രോഹിണി. ശരി, പ്രജിത്ത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്. പോപ്പ് ഫ്രാൻസിസിന്റെ കബറടക്ക ചടങ്ങുകൾ ആരംഭിച്ചു. സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ ജനപ്രവാഹം. 170 രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുകയാണ്. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, പോപ്പ് ഫ്രാൻസിസിന് ലോകം വിട നൽകാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഓർത്തെടുക്കാൻ നിരവധി കാരണങ്ങളുണ്ട്. ഒരു പതിറ്റാണ്ടിലേറെ ആഗോള കത്തോലിക്ക സഭയെ നയിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയ്ക്കകത്തും കാലോചിതമായ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്നെടുത്തു പറയേണ്ടത് തന്നെയല്ലേ? തീർച്ചയായും കാലോചിതമായ നിരവധി പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു സഭാ മേലധ്യക്ഷൻ കൂടിയായിരുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കേരളത്തിൽ നിന്നുള്ള ക്ലീമീസ് മെത്രാപ്പൊലീത്ത ക്ലീമീസ് ഭാവയും അതുപോലെ തന്നെ ഫ്രാൻസിസ് തട്ടിൽ പിതാവും എല്ലാം തന്നെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ദൃശ്യങ്ങളിൽ. അവരെല്ലാം തന്നെ കേരളത്തിൽ നിന്ന് എത്തിയവരാണ്. അതുപോലെ തന്നെ മറ്റു പ്രതിനിധികളും നിരവധിയായ പ്രതിനിധികൾ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സെന്റ് പീറ്റേഴ്സ് ചതുരത്തിന് മുന്നിൽ മുഴുവനും വലിയൊരു ജനക്കൂട്ടം തന്നെ എത്തിയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മുന്നിൽ കാണുന്ന ഓരോ പുരോഹിതന്മാരും അതുപോലെ തന്നെ തുടർന്നങ്ങോട്ട് സാധാരണ വിശ്വാസികളുടെയും വലിയൊരു നിര തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. വൻതോതിലുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കി കാണേണ്ട വിഷയം. കർദിനാൾമാരുടെ ഡീൻ ഓഫ് കോളേജിന്റെ കർദിനാൾ കോളേജിന്റെ ഡീനിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നത്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ മാറ്റങ്ങൾ നിരവധി കൊണ്ടുവന്ന ഒരു പോപ്പായിരുന്നു. അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തോടെയുള്ള പല നീക്കങ്ങളും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ ഈ കാണാൻ സാധിക്കുന്നുണ്ട്. ട്രംപിനെയും അതുപോലെ തന്നെ ഇമ്മാനുവൽ മാക്രോണിനെയൊക്കെ അല്പസമയം മുമ്പ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ലോക നേതാക്കളെല്ലാം തന്നെ എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലോകം മുഴുവനും അല്ലെങ്കിൽ ഇന്ന് വരെയുള്ള സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായ നീക്കങ്ങൾ നടത്തിയ ഒരു പോപ്പ് ആയിരുന്നു. അതായത് നമുക്കറിയാവുന്നതാണ്, ഗർഭഛിദ്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കർശന നിലപാടുകൾ സ്വീകരിക്കണമെന്ന് പറയുമ്പോഴും അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയവർക്ക് മാപ്പ് നൽകണമെന്ന ഒരു നിർദ്ദേശം പുരോഹിതന്മാർക്ക് എല്ലാവർക്കും നൽകിയിരിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടക്കുന്ന ഇത്തരത്തിലുള്ള ഏറ്റുപറയുന്ന വേളകളിലെല്ലാം തന്നെ അതിനെ മാപ്പ് നൽകണം എന്ന നിർദ്ദേശം നൽകിയതിലൂടെ മനുഷ്യത്വപരമായ ചില സമീപനങ്ങൾ അദ്ദേഹം സ്വീകരിക്കുമ്പോൾ
കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അവരെ അതിക്രമങ്ങൾ നടത്തുന്ന പുരോഹിതരെ പോലും കർശനമായി ശിക്ഷിക്കണമെന്ന നിലപാട് അതേസമയം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു പോപ്പ് കൂടിയായിരുന്നു. മനുഷ്യസ്നേഹിയായ ഒരു പോപ്പ്, മനുഷ്യത്വഹീനമായ എല്ലാ പ്രവർത്തനങ്ങളെയും അതിശക്തമായി എതിർത്തിരുന്ന ഒരു മാർപ്പാപ്പ. അതായിരുന്നു അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഘടകം എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. മറ്റൊരു സുപ്രധാന വിഷയം, അദ്ദേഹം ഇടപെട്ട വിഷയത്തിൽ യുദ്ധത്തിനെതിരായ നിലപാടുകൾ അതിശക്തമായി സ്വീകരിക്കുന്ന ഒരു സമീപനം അദ്ദേഹം പിന്തുടരുന്നു എന്നത് ഒരു വസ്തുതയായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. യുദ്ധത്തിനെതിരായി ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുക, യുക്രൈൻ യുദ്ധത്തിലെ കാര്യത്തിലായാലും അതുപോലെ തന്നെ അനുബന്ധ ഈ കാലഘട്ടത്തിലുണ്ടായ യുദ്ധത്തിന്റെയും അതിക്രമങ്ങളുടെയും എല്ലാം തന്നെ എതിർദിശയിൽ ഒരു വിമർശനത്തിന്റെ തേരാളിയായി നിന്ന അല്ലെങ്കിൽ വിമർശനത്തിന്റെ മുന്നിൽ നിന്ന് നയിച്ച ഒരു വിമർശന സഖ്യത്തിന്റെ മുന്നിൽ നിന്ന ഒരു പോപ്പ് കൂടിയായിരുന്നു അദ്ദേഹം എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പോപ്പ് ഫ്രാൻസിസിന്റെ ഖബറടക്ക ചടങ്ങുകൾ ആരംഭിച്ചു. സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ ജനപ്രവാഹം 170 രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ഏകദേശം 2 ലക്ഷത്തിൽ പരം ആളുകളാണ് പോപ്പ് ഫ്രാൻസിസിന്റെ ഖബറടക്ക ചടങ്ങിൽ സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും പേരെയാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. ഐസണിലേക്ക് വീണ്ടും. ഐസൺ, ഏകദേശം 2 ലക്ഷത്തോളം സാധാരണക്കാരായ ജനങ്ങളാണ് അവിടെ സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ പോപ്പ് ഫ്രാൻസിസിന് അന്ത്യയാത്രയാകാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. അതോടൊപ്പം വിവിധ ലോക രാജ്യങ്ങളുടെ നേതാക്കളും, പ്രത്യേകിച്ച് US പ്രസിഡന്റ്, ഫ്രഞ്ച് പ്രസിഡന്റ്, അതോടൊപ്പം UN പ്രതിനിധികൾ, യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ, ഇങ്ങനെ ഒരു വലിയ സമൂഹം തന്നെ അദ്ദേഹത്തിന് യാത്ര നൽകാനായി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടല്ലേ? തീർച്ചയായും ലോക നേതാക്കളെല്ലാം തന്നെ യാത്രയപ്പിനായി എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിലുള്ള ഒരു ജനക്കൂട്ടവും നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം മാർപ്പാപ്പയായി അധികാരമേറ്റതിന് ശേഷം അദ്ദേഹം ചെയ്ത നിർണായകമായ പല നീക്കങ്ങളുണ്ട്. അത്തരത്തിലുള്ള നിർണായകമായ നീക്കങ്ങളുടെ ഭാഗമായി ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ നിരവധിയായ നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് ലോകം മുഴുവനും വൻ സ്വീകാര്യത ലഭ്യമായത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ യുദ്ധത്തിനെതിരായ നിലപാടുകൾ, മനുഷ്യത്വഹീനമായ നിലപാടുകൾക്കെതിരായ കർശനമായ നീക്കങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാവുക. അത്തരത്തിൽ നമുക്കറിയാം, അവസാനമായി അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്ന സമയങ്ങളിൽ തമ്മിൽ ഭേദപ്പെട്ടവരെ നിങ്ങൾ തെരഞ്ഞെടുക്കുക എന്ന് വളരെ കൃത്യമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അമേരിക്ക പോലുള്ള വലിയൊരു രാഷ്ട്രത്തിന്റെ തെരഞ്ഞെടുപ്പിനെ പോലും നീതിയുടെ വാതിലിലൂടെ അല്ലെങ്കിൽ നീതിയുടെ ആശയങ്ങളിലൂടെ നോക്കിക്കാണാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉറച്ച മനസ്സോടെ അക്കാര്യത്തിൽ നിലപാടെടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് ഏറെ പ്രാധാന്യമറിയിക്കുന്ന വിഷയം. ശരി, പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട നൽകാനൊരുങ്ങുകയാണ് ലോകം. ഫ്രാൻസിസിന്റെ ഖബറടക്ക ചടങ്ങുകൾ ആരംഭിച്ചു. സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ ജനപ്രവാഹം, 170 രാജ്യങ്ങളുടെ പ്രതിനിധികളും പങ്കെടുക്കുകയാണ്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.